നമ്മൾ പത്രം വായിക്കുമ്പോൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രദേശമാണ് ബ്ലാക്ക് സീ അഥവാ കരിങ്കടൽ. 2014 മുതലാണ് ഇത് പത്രമാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. 2014 യുക്രൈന്റെ ഭാഗമായിട്ടുള്ള ബ്ലാക്ക് സീയോട് ചേർന്ന് കിടക്കുന്ന ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം റഷ്യ പിടിച്ചെടുക്കുന്നത്. പിന്നീട് 2022 ഫെബ്രുവരി മുതൽ റഷ്യ യുക്രൈന് മേൽ യുദ്ധം ആരംഭിക്കുന്നുണ്ട്. ഇന്നും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ പത്രങ്ങളിൽ ബ്ലാക്ക് സീ അഥവാ കരിങ്കടൽ കണ്ടുവരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയുടെയും സിലബസിന്റെ ഭാഗമാണ് വേൾഡ് ജോഗ്രഫി. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് സീയെ പറ്റി, ബ്ലാക്ക് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പറ്റി പരീക്ഷകളിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബ്ലാക്ക് സീയെ പറ്റി, ബ്ലാക്ക് സീയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പറ്റി വളരെ സിമ്പിളായ ഒരു കോഡിലൂടെ നമുക്ക് പഠിക്കാം. അതായത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ കിടക്കുന്ന, മെഡിറ്ററേനിയനോട് ചേർന്ന് കിടക്കുന്ന ഒരു കടലാണ് ബ്ലാക്ക് സീ അഥവാ കരിങ്കടൽ. ഒരുപാട് യൂറോപ്യൻ നദികൾ ഈ കടലിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായിട്ടുള്ള ഡാന്യൂബ് നദി. ഇനി നമുക്ക് ബ്ലാക്ക് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പറ്റി ബ്രീഫായിട്ട് പഠിക്കാം. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ രാജ്യങ്ങൾ ടർക്കി, ബൾഗേറിയ, യുക്രൈൻ, റൊമേനിയ, ജോർജിയ, പിന്നെ റഷ്യ. അപ്പോൾ ഇവരെങ്ങനെയാണ് ഒരു കോഡിലൂടെ പഠിക്കുന്നത്? നിങ്ങളൊരു ചായയുടെ കൂടെ ബർഗർ കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ടീ വിത്ത് ബർഗർ. ടി ഫോർ ടർക്കി, ബി ഫോർ ബൾഗേറിയ, യു ഫോർ യുക്രൈൻ, ആർ ഫോർ റൊമേനിയ, GE ഫോർ ജോർജിയ, ആർ ഫോർ റഷ്യ. അപ്പോൾ ടി വിത്ത് ബർഗർ, ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം കാരണം, യമനിലെ പ്രശ്നങ്ങൾ കാരണം, ഹൗത്തി അറ്റാക്കുകൾ കാരണം ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കടലാണ് റെഡ് സീ അഥവാ ചെങ്കടൽ. അപ്പോൾ ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളെ പറ്റി നല്ലൊരു കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക.